എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കേരള PSC പരീക്ഷകളിൽ കേരള ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രധാന അധ്യായമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് LDC, LGS മുതൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വരെ ആവർത്തിച്ചു ചോദിക്കുന്ന 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പരീക്ഷകൾക്കായി ഈ ടോപ്പിക്ക് പൂർണ്ണമായും കവർ ചെയ്യാൻ വീഡിയോ മുഴുവനായി കണ്ട് നോട്ട് ചെയ്തു വയ്ക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 2. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം ഏതാണ്? 1729 മുതൽ 1758 വരെ. 3. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം ഏത്? 1706. 4. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപ് വേണാട് ഭരിച്ചിരുന്ന രാജാവ് ആര്? രാമവർമ്മ, അദ്ദേഹത്തിന്റെ അമ്മാവൻ. 5. വേണാടിന്റെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ച മാടമ്പി കൂട്ടായ്മ ഏതു പേരിൽ അറിയപ്പെടുന്നു? 8 വീട്ടിൽ പിള്ളമാരും എട്ടരയോഗവും. 6. എട്ടരയോഗം എന്നത് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണസമിതിയായിരുന്നു? തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 7. 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും പൂർണ്ണമായി അടിച്ചമർത്തിയ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. 8. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത്? 1741 ഓഗസ്റ്റ് 10. 9. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ഏത് വിദേശ ശക്തിയെയാണ്? ഡച്ചുകാരെ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി. 10. ഏഷ്യയിലെ ഒരു നാട്ടുരാജാവ് യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. 11. കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യത്തിന് കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആര്? യൂസ്റ്റാഷ്യസ് ഡി ലെനോയ്. യൂസ്റ്റാക്ഷ്യസ് ഡെ ലനോയ്. 12. പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയ ഡച്ച് ഉദ്യോഗസ്ഥൻ? ഡി ലെനോയ്. 13. തന്റെ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചടങ്ങ് ഏതു പേരിൽ അറിയപ്പെടുന്നു? തൃപ്പടിദാനം. 14. തൃപ്പടിദാനം നടന്ന തീയതിയേത്? 1750 ജനുവരി 3, കൊല്ലവർഷം 925, മകരം 5. 15. തൃപ്പടിദാനത്തിനു ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ സ്വീകരിച്ച പദവി എന്താണ്? ശ്രീ പത്മനാഭദാസൻ. 16. മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനും പ്രമുഖനുമായ ദളവ ദിവാൻ ആരായിരുന്നു? രാമയ്യൻ ദളവ. 17. രാമയ്യൻ ദളവ മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപനായി മാറിയത് ഏത് യുദ്ധത്തിനു ശേഷമാണ്? കായംകുളം യുദ്ധം. 18. കായംകുളം രാജ്യം തിരുവിതാംകൂറിലേക്ക് കൂട്ടിച്ചേർത്ത വർഷം ഏത്? 1746. 19. മാർത്താണ്ഡവർമ്മയും കൊച്ചിരാജാവും തമ്മിൽ ഒപ്പുവെച്ച പ്രസിദ്ധമായ സമാധാന ഉടമ്പടി ഏത്? മാവേലിക്കര ഉടമ്പടി, 1753. 20. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ രാജാവ് ആര്? മാർത്താണ്ഡവർമ്മ. 21. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ചതാര്? മാർത്താണ്ഡവർമ്മ. 22. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രത്യേക കൂട്ടേതാണ്? കടുശർക്കര യോഗം. 12008 സാളഗ്രാമങ്ങൾ ഉപയോഗിച്ച്. 23. മുറജപം, ഭദ്രദീപം എന്നീ ചടങ്ങുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരംഭിച്ചതാര്? മാർത്താണ്ഡവർമ്മ, 1750. 24. എത്ര വർഷം കൂടുമ്പോഴാണ് മുറജപം നടക്കുന്നത്? 6 വർഷം കൂടുമ്പോൾ. 25. മാർത്താണ്ഡവർമ്മ നിർമ്മിച്ച പ്രശസ്തമായ കോട്ട ഏതാണ്? വട്ടക്കോട്ട, കന്യാകുമാരി. 26. തിരുവിതാംകൂറിന്റെ അതിർത്തി സംരക്ഷണത്തിനായി നെടുങ്കോട്ട നിർമ്മിക്കാൻ തുടക്കമിട്ട രാജാവ് ആര്? മാർത്താണ്ഡവർമ്മ. പൂർത്തിയാക്കിയത് ധർമ്മരാജാവ്. 27. നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ആര്? ഡി ലെനോയ്. 28. വേണാടിന്റെ തലസ്ഥാനം കൽക്കുളത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആര്? മാർത്താണ്ഡവർമ്മ, 1745. 29. പത്മനാഭപുരം കൊട്ടാരം വിപുലീകരിച്ച് പണികഴിപ്പിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. 30. തിരുവിതാംകൂറിൽ കാര്യക്ഷമമായ നികുതി റവന്യൂ സർവേ സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത് ആര്? മാർത്താണ്ഡവർമ്മ, മല്ലൻ ശങ്കരന്റെ നേതൃത്വത്തിൽ. 31. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കാൻ ഒളിച്ചിരുന്ന ഗുഹ ഏതു പേരിലറിയപ്പെടുന്നു? മാർത്താണ്ഡവർമ്മ ഗുഹ, കല്ലടയ്ക്കടുത്ത്. 32. മാർത്താണ്ഡവർമ്മയെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലി നൽകിയ വിശ്വസ്ത സേവകൻ ആര്? ആനന്ദപത്മനാഭൻ, നാടാർ. 33. മാർത്താണ്ഡവർമ്മയ്ക്ക് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ പ്രശസ്തമായ വീട് കുടുംബമേത്? കിളിമാനൂർ കൊട്ടാരം. 34. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന പ്രശസ്ത ചരിത്ര നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? 1891. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ.
35 മാർത്താണ്ഡവർമ്മ നോവലിലെ പ്രധാന വില്ലൻ കഥാപാത്രം ആര്? പത്മനാഭൻ തമ്പി. അനന്തപത്മനാഭൻ നായകൻ. 36 മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ പിടിച്ചടക്കിയ മറ്റു പ്രദേശങ്ങളേതെല്ലാം? ദേശിങ്ങനാട്, കൊല്ലം, ഇളയിടത്ത് സ്വരൂപം, കൊട്ടാരക്കര, തെക്കുംകൂർ, വടക്കുംകൂർ, അമ്പലപ്പുഴ, ചെമ്പകശ്ശേരി. 37 അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിലേക്ക് ചേർത്ത വർഷം ഏത്? 1754. 38 മാർത്താണ്ഡവർമ്മയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട അമ്പലപ്പുഴയിലെ മന്ത്രിയും പടനായകനും ആരായിരുന്നു? മാത്തൂർ പണിക്കർ, തെക്കേടത്തു ഭട്ടതിരി. 39 കുഞ്ചൻ നമ്പ്യാർ മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിലേക്കെത്തിയത് ഏത് രാജ്യത്തിന്റെ പതനത്തിനു ശേഷമാണ്? അമ്പലപ്പുഴ, ചെമ്പകശ്ശേരി. 40 തിരുവിതാംകൂറിൽ കുരുമുളക്, ഏലം എന്നിവയുടെ വ്യാപാര കുത്തക രാജാവ് ഏറ്റെടുത്തത് ഏതു ഭരണകാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. 41 മാർത്താണ്ഡവർമ്മ ഏർപ്പെടുത്തിയ കേന്ദ്രീകൃത ചരക്ക് സംഭരണ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നതെങ്ങനെ? പണ്ടകശാലകൾ, കമേഴ്ഷ്യൽ ഡിപ്പോസ്. 42 ഡി ലെനോയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഉദയഗിരി കോട്ട, കന്യാകുമാരി. 43 ഉദയഗിരി കോട്ട പുതുക്കിപ്പണിത് ആയുധനിർമ്മാണശാലയാക്കി മാറ്റിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഡി ലെനോയ് ആൻഡ് മാർത്താണ്ഡവർമ്മ. 44 മാർത്താണ്ഡവർമ്മയ്ക്ക് ആയുധങ്ങളും സൈനിക സഹായവും നൽകിയ വിദേശശക്തി ഏതാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി. 45 മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തെക്കൻ തിരുവിതാംകൂറിൽ ജലസേചനത്തിനായി നിർമ്മിച്ച പ്രധാന അണക്കെട്ട് ഏത്? പുത്തൻ അണക്കെട്ട്, പത്മനാഭപുരത്തിനടുത്ത്. 46 മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട കൃഷ്ണപുരം കൊട്ടാരം എവിടെ സ്ഥിതിചെയ്യുന്നു? കായംകുളം. 47 കൃഷ്ണപുരം കൊട്ടാരത്തിലെ ലോകപ്രശസ്തമായ ചുവർച്ചിത്രം ഏതാണ്? ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം. 48 മാർത്താണ്ഡവർമ്മ അന്തരിച്ച വർഷമേത്? 1758 ജൂലൈ 7. 49 മാർത്താണ്ഡവർമ്മയുടെ മരണശേഷം തിരുവിതാംകൂർ ഭരണാധികാരിയായതാര്? കാർത്തിക തിരുനാൾ, രാമവർമ്മ, ധർമ്മരാജാവ്. 50 മാർത്താണ്ഡവർമ്മയുടെ സമാധിസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരം. അപ്പോൾ കൂട്ടുകാരെ, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് PSC പരീക്ഷകൾക്കായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങളാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഈ നോട്ട്സ് നിങ്ങളുടെ റിവിഷന് ഏറെ സഹായകരമാകും. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം PSC പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പ്രധാന ക്ലാസുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ക്ലാസുമായി വീണ്ടും കാണാം. നന്ദി.